ഞങ്ങൾ മദ്രാസി കണ്ടിരിക്കുകയാണ്. മദ്രാസി കണ്ട് നമ്മൾ തുപ്പാക്കി കറക്റ്റ് കൈ തന്നെയാണ് തളപതി കൊടുത്തേക്കണേന്ന് പിന്നെ പ്രൂവ് ചെയ്യാണ്. പിന്നെ തുപ്പാക്കി ആരുടെ കയ്യിലാണെങ്കിലും എതിരാളി വിദ്യുജമ്പാല തന്നെയാണെന്ന് വിദ്യുജമ്പാലും പ്രൂവ് ചെയ്തു. കൊടുക്കാൻ പറ്റിയ കയ്യിലാണ് വിജയ് കൊടുത്തത്. എന്തായാലും ആക്ഷന്റെ കാര്യത്തിലാണെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിലായാലും എല്ലാത്തിലും എസ് കെ ഇതിന്റെ അകത്ത് മികച്ചൊക്കെയുണ്ട്. സൂപ്പർ പടം, ഒന്നും പറയാനില്ല. പെർഫെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് കെ ആയാലും വിദ്യുജമാലായാലും എല്ലാം കൊണ്ടും വളരെ മികച്ചൊരു പടം. അതെ, ഹുക്കിംഗ് ആണ് ആദ്യം മുതൽ അവസാനം വരെ നമ്മൾ കഥയിൽ നിന്ന് പോവോ ലാഗ് അടിക്കോ ഒന്നുമില്ല. ക്ലീൻ കട്ട് എന്നൊക്കെ പറയില്ല, അതായത് കാര്യം പറയാൻ വേണ്ടി ഇങ്ങനെ അഴിച്ചിലൊന്നുമില്ല. നേരെ ഒരു സീൻ കഴിഞ്ഞ അടുത്ത സീൻ ചക്കാന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഇടയ്ക്ക് റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. ആക്ഷൻ എന്ന് പറഞ്ഞാൽ മോനെ ആക്ഷൻ സീൻ ആക്ഷൻ പറയണ്ട മോനെ, കിഡിലെ ആക്ഷൻ, എല്ലാവരും കണ്ടിരിക്കേണ്ട സംഭവം ഇറുക്ക്. പിന്നെ ക്യാമറ മലയാളി എന്തല്ലേ സുദീപ് എളമനാണ്, അയ്യപ്പനും കോശിയൊക്കെ ചെയ്ത ക്യാമറമാൻ. കിഡിലോട്ടോ വർക്ക്. അങ്ങനെ ആര് എടുത്തെടുത്ത് പറയാന്ന് പറയാനുണ്ട്. എയർ മുരുകാസിനെ പറയാൻ. അയ്യോ തിരിച്ചറിവടാ അത് പറയാനേ, തമിഴത്തിന്റെ എയർ മുരുകാസിന്റെയും തിരിച്ചറിവ്. കാരണം തമിഴ് ഇറങ്ങിയേക്കണ പടങ്ങളെല്ലാം ഫ്ലോപ്പും മിനിമം ആവറേജ് ഒക്കെ ആയിട്ട് പോയേക്കണം. ഒരു ഭയങ്കര ഹിറ്റിലേക്ക് പോയാലുള്ള ഇത് എന്തായാലും ഹിറ്റിലേക്ക് പടം നോക്കി വെച്ചോ, ബമ്പർ ഹിറ്റ്. ഇതാണ് നമ്മൾ കൂലിന്ന് പ്രതീക്ഷിച്ചത്. അതായത് നമുക്ക് എന്താ പറയാ, ഓരോ സീനിലും രോമാഞ്ചം വരും. രോമം ഇങ്ങനെ നീട്ടി വെക്കുന്ന സീനുകളാണ് അതിന്റെ അകത്ത് പടത്തിൽ. നമ്മളിങ്ങനെ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അതായത് വിദ്യാജമാല ആയതുകൊണ്ട് പറയണ്ടല്ലോ, വിദ്യാജമാല കൂടെ നിക്കാൻ വേണ്ടി എസ് കെ ശ്രമിച്ചുകൊണ്ട് അതുപോലത്തെ ഫൈറ്റും അഭിനയവും എക്സ്പെഷ്യലി പുള്ളിയുടെ ഡാൻസ് പറയണോട്ടോ. ഡാൻസ് ഒക്കെ കിഡ് പറഞ്ഞോട്ടെ. മറ്റേ ഇതൊന്നുമല്ല മാസ്, അങ്ങനെയല്ല മാസല്ല ആക്ഷൻ. അതായത് സിറ്റുവേഷണൽ മാസ് എന്ന് പറയൂലേ, അതായത് ആക്ഷൻ വരുമ്പോ അതിനകത്ത് തന്നെ ഒരു മാസ് വരില്ല. നമ്മള് മാസിന് വേണ്ടി സ്ലോ മോഷൻ ഒന്നും കാണിച്ച് വെറുതെ ഓവർ മാസ് കാണിക്കാനുള്ള ശ്രമിച്ച ഒരു നാച്ചുറൽ സംഭവം അവര് പക്കയായിട്ട് എടുത്ത് കാണിച്ചേക്കണം. പിന്നെ അനിയുടെ കാര്യം പറയണ്ട, മ്യൂസിക് ഒക്കെ രക്ഷയില്ല കേട്ടോ. പാട്ടൊക്കെ നല്ല അടിപൊളി. അതിനിടയ്ക്ക് നമ്മുടെ മറ്റേ മലയാളി ഉണ്ടല്ലോ, മറ്റേ നമ്മുടെ ഡാൻസിങ് പുള്ളിയുടെ ഒരു സമയത്ത് ഒരു അതായത് ഒരു അടിപൊളി സംഭവത്തിലേക്ക് അനിയുടെ മ്യൂസിക് കൂടി ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതാണ് അവിടെ സംഭവിച്ചത്. പുള്ളിയും കിട്ടും കേട്ടോ, ഒരു രക്ഷയില്ല. പുള്ളിയുടെ ഫൈറ്റ് ഒക്കെ അടിപൊളി. പുള്ളി അടിപൊളിയായിട്ട് വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വിദ്യാജാമല കട്ടക്കി 2 വില്ലന്മാരുണ്ട് പടത്തില്. ബിജു മേനോന്റെ റോളും ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയുണ്ട്. രുക്മണി ബിജുവിന്റെ ഗ്രൂപ്പിനെ പറ്റിയൊന്നും പറയണ്ട, പിന്നെയാണ് പറയാ, അതവിടെ നിൽക്കട്ടെ. പക്ഷെ ബിജു മേനോൻ പൊളിയായിട്ടുണ്ട്. പിന്നെ രുക്മണി ഒരു രക്ഷയില്ല. ഇവന്റെ കറക്റ്റ് ഇതിനനുസരിച്ച് അഭിനയം കൊണ്ടും ബ്യൂട്ടി കൊണ്ടും പടം കീഴടക്കി. ഇതിന്റെ കോറ് ലവ് ആണ്. അതാണ് ലവ് കാരണമാണ് ഈ പടം പോണത്. കാരണം ഞങ്ങൾക്ക് പറയണതുണ്ട്, പക്ഷെ സ്പോയിലർ ഒന്നും അല്ല, ഇത് കണ്ടാൽ മനസ്സിലാവുന്ന കാര്യങ്ങളുള്ളൂ. പക്ഷെ നിങ്ങൾ എന്തായാലും പടം മസ്റ്റ് വാച്ച് ആണ്. തൽക്കാലം ഇത്രേ ഉള്ളൂ. ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ ഇനി ഞങ്ങൾ ഇടുന്നതാണ്. എന്തായാലും പെട്ടെന്ന് ഒരു ക്വിക്ക് റിവ്യൂ ചെയ്താണ്. പടം എല്ലാവരും കണ്ടിരിക്കണം. ഓണം തൂക്കി.